നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, രക്തവും കുടിച്ച് ശവം തിന്ന് നടക്കുന്ന ആൾ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ ഫസ്റ്റ് ഗുരുവിന്റെ ആളല്ലേ? അല്ല, നമ്മള് സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അങ്ങ് പ്രതിപാദിച്ചതെങ്കിൽ സ്പിരിച്വൽ അവേഴ്സ് ഒരിക്കലും എന്താണ് ഇവരുടെ മാത്രം അതെനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ മെസ്സേജിൽ പറയുന്നുണ്ട്, നിങ്ങൾ അപ്പുറം ഇപ്പുറം കണ്ട് നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയും. ഈ ഗണപതി നിങ്ങളിലുണ്ട്, എന്നിലും ഉണ്ട്. ഈ ഗണപതിയുടെ ആ ഊർജ്ജം നമ്മൾ ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ പ്രവൃത്തി വാച്ച് ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പം ഗ്രന്ഥങ്ങൾ രാമായണമാകട്ടെ, ബൈബിളാകട്ടെ, ഖുറാനാവട്ടെ, അല്ലെങ്കിൽ ഭാഗവതമാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, ഈ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്ന കഥയിലെ വിശ്വാസ്യത തേടി പോകാതെ, അതിന്റെ പേരിൽ ആരെയും കൊല്ലാനും കൊലവിളിക്കാനും നടക്കാതെ, അതിൽ കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ടല്ലോ, ആ സന്ദേശങ്ങളെ, ഈ സന്ദേശമാണ് മനുഷ്യന് ആവശ്യമുള്ള സാധനം. അതിലൂടെ നീ എന്ത് പഠിച്ചു? ഇത് അതല്ല ചെയ്യണത്. വന്ന വ്യക്തിയുടെ പ്രതിമയുണ്ടാക്കും, വന്ന വ്യക്തിയെ കണ്ടെങ്കിൽ പ്രാർത്ഥി എന്റെ കാര്യവും കൂടെ, എന്റെ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഈ മറിയ ഭക്തകളുണ്ടല്ലോ, ക്രിസ്ത്യ മറിയ, എന്റെ അടുത്ത് പലരും ഇപ്പോഴും വിളിക്കാറുണ്ട്. ഇത്രയും മെസ്സേജ് എന്റെ മെസ്സേജുകൾ കേട്ടിട്ട് കിടന്ന് വിളിക്കും. അപ്പൊ മറിയെ പ്രാർത്ഥിച്ച ഫലമില്ലേ പറയും. ഈ മറിയ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്. മറിയയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഒരുപാട് യാത്ര, സ്വന്തം മോനെ ഇത്രയും മൃഗീയമായി അടിച്ചും കുത്തിയും അന്നത്തെ ബൂർഷ മുതലാളിമാരാണ് ചെയ്തത്രയും. അതൊക്കെ ചെയ്ത് കണ്ട് അനുഭവിച്ച് കരഞ്ഞ ആ അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരു അത്ഭുതം പോലും ചെയ്തിട്ടില്ല. ഈ അമ്മയുടെ ആത്മാവിനോട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ ഭാവനയിൽ ഈ അമ്മയുടെ ആത്മാവ് ഏതോ മണ്ഡലത്തിൽ നിന്ന് സ്നാനം കടിയാണ് എന്നെ പ്രാർത്ഥിക്കുന്നത്. കാരണം അവർക്ക് ഒരു കഴിവില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണനും രാമനും ബലരാമനും. അയ്യോ, അവര് ഭൂമിയിൽ വന്നിട്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തെന്തെങ്കിലും അല്ല, ഞാൻ പറയാം. അപ്പൊ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമുണ്ട്. ഈ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പിന്നെ മഹാവിഷ്ണു ഇതൊക്കെ ഉണ്ടായത് മഹാവിഷ്ണുവിനല്ലേ, അവിടെ പോയി തൊഴുതാ പോരെ. അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും ഓർണത്തിനാണ്. അപ്പൊ ഞാൻ പറയും, നീ അതിൽ ഒരിടത്തും വിശ്വസിക്കടേ. നീ ഓർണതേ വിശ്വാസമില്ലാത്തോണ്ടാണ്. ഇതിന്റെ ഇടയിൽ കൂടെ യേശു. പക്ഷേ അല്ല, ഇതിനപ്പുറത്ത് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അനുഭവിക്കുക. ഇത് തന്നെയാണ് അമ്പലം ഉണ്ടാക്കിയ കാര്യങ്ങളും. ഇത് തന്നെ അവിടെ കുറച്ച് എനർജി ഉണ്ട്. ചെന്ന് നിൽക്കുമ്പോൾ ദീപാരാധന സമയത്ത് എനർജി റിലീസ് ആകുമ്പോൾ നിന്ന് വാങ്ങിക്കുക, വീട്ടിൽ പോവുക. ആ ചെറിയ ശ്രീകോവിലിനുള്ളിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ ക്ഷേത്രങ്ങളിൽ പ്രധാന ശ്രീകോവിൽ അല്ലാണ്ട് ചെറിയ ചെറിയ ശ്രീകോവിലുകൾ ഉണ്ടാവും. പ്രധാന ശ്രീകോവിലിൽ നിന്ന് ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതായിരിക്കില്ല ചെറുതിൽ കിട്ടുക. കാരണം ചെറുതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടച്ചുറപ്പില്ലാത്ത ജനലുകളൊക്കെ വെച്ചിട്ട് വെന്റിലേഷനൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ശ്രീകോവിൽ. മറ്റേതങ്ങനെയല്ല, ഫുള്ളി ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ശ്രീകോവിലിനുള്ളിൽ ഇത്രയും കർപ്പൂരവും നിലവിളക്കും ദീപമൊക്കെ തെളിച്ച് വെച്ചിട്ട് ആ ചൂടും ആ ഒരു ഗന്ധവും ആ കാറ്റും തുറക്കുമ്പോൾ ഇത് പുറത്തേക്ക് എനർജി റിലീസ് ആവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം റിലീസ് ആവണമെങ്കിലും അതിന്റെ കൂട്ടത്തിൽ കുറെ നെഗറ്റീവ് ഇപ്പൊ റിലീസ് ആവുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ ആരാധന കേന്ദ്രം എല്ലാം കച്ചവട കേന്ദ്രമാണ്. അത് കാരണം ഇതെല്ലാം നെഗറ്റീവും കൂടെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് കുറച്ചേ ഉള്ളേ, അത് ശ്രദ്ധിച്ചോളണം. നിങ്ങൾ കുറച്ചെങ്കിലും അനുഭവിക്കണത് നിങ്ങൾ ആത്മാവ് ആ കുറച്ച് എനർജി റിലീസ് ചെയ്യണമായിരിക്കും. നിങ്ങൾ അവിടെ പോയി കമന്ന് വീഴുന്ന എന്നെ രക്ഷിക്കണേ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ തത്വം അറിയാമെന്നുള്ളതാണ് നിങ്ങൾക്ക് പോസിറ്റീവ് കയറണത്. പക്ഷെ അവിടെ ഇരിക്കുന്ന പ്രതിമ, ആ ദേവൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിരുന്നു പറഞ്ഞ് അവിടെ ചെന്ന് തൊഴുകയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് ദേവരാൻ തുടങ്ങുന്ന സമയത്ത് ഞാനൊക്കെ അമ്പലത്തിൽ പോയ സമയത്ത് എനിക്ക് ദൈവം ഈ കാര്യം പറഞ്ഞു തന്നപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ മാറി നിന്നിട്ട് ആ എനർജി ഫീൽ ചെയ്യാൻ നോക്കും, ഉണ്ടോ നോക്കും. ഇപ്പം ചിലടത്ത് ചെറിയ എനർജി ഉണ്ട്, ചിലടത്ത് ഇത്തിരി വലുത് കിട്ടും. വലുത് കിട്ടിയെടുത്ത് പിന്നെ പോയപ്പോൾ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ പഠിച്ചിട്ടുണ്ട്. കാര്യം ഇത് ആൾക്കാരുടെ വരവും പോക്കും, അവിടുത്തെ തർക്കം വഴക്ക്. ഇപ്പം അവിടെ ആ പോറ്റി, ഇപ്പം പോറ്റി മാറിയ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആവും ഉറപ്പായിട്ടും. അപ്പം ഇതൊക്കെ വെച്ചാണ് അവിടെ നിന്ന് നെഗറ്റീവ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ആൾക്കാർ ഈ പ്രതിമയെ കാണാനാണ് കിടന്ന് ഈ വിപ്ലവം കാണിക്കുന്നത്. കാഴ്ചയിലൊന്നുമില്ല അവിടെ. അത് ഭാവന രൂപമാണ്. 3:30-4 മണിക്കൊക്കെ ഞാൻ അമ്പലത്തിൽ പോയി നോക്കുമ്പം വെറും ഒരു കല്ല്, പരശുരാമന്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറും കല്ലാണ്. ആ കല്ലിന്റെ ഫ്രണ്ടില് യുവമാരെടുത്ത് ആർട്ടിഫിഷ്യൽ സാധനം എടുത്ത് വെക്കും. ഈ കല്ലിലാണ് സാധനം ഇരിക്കുന്നത്. അതാണ് മൂലബിംബം. അതിലാണ് ശരിക്കും എനർജി ഇരിക്കുന്നത്. ഇത് സത്യത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നവരാരും യഥാർത്ഥ ബിംബം കണ്ടിട്ടില്ല. ഇപ്പൊ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഗണപതി വരും. ഇതല്ല അവിടുത്തെ ഗണപതി, താഴെ ഒരു കുഞ്ഞു ഗണപതി. അതിന് രൂപമൊന്നുമില്ല. അത് ശരിക്കും ദൈവത്തിന്റെ ഗണങ്ങളുടെ പതിയായ ഒരു ശക്തിയെ ആവാഹിച്ച് വെച്ചൊരു കല്ലവിടെ. ഇതിന്റെ ഫ്രണ്ടില് എല്ലാ തുമ്പിക്കയൊക്കെ വെച്ച സുഹൃത്ത് പറഞ്ഞേ, ഞാൻ ഈ എടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകും. ഞാൻ അതുവഴി പോകുമ്പോൾ ഇന്നും പറ്റുന്ന സമയത്തൊക്കെ കയറി തൊഴുന്ന ഒരാളാണ്. കാരണം കൊട്ടാരക്കരയിലോട്ട് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ എന്നോട് കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്ന ഒരാൾ പറഞ്ഞു, ഇനി പോകുമ്പോഴേ നീ എന്താ ചെയ്യുന്നത്? ഞാൻ പോകുമ്പോൾ ഒരു നാളികേരം മേടിച്ച് ഉടയ്ക്കും. അതെൻ്റെ വിശ്വാസമാണ്. അന്നത്തെ ദിവസം എൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസമാണ്. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഒരു പൂമാല ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2 എണ്ണം വാങ്ങും. ഒന്ന് അവിടെയും, കാരണം
ഭഗവാന് അവിടെ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ, അവിടെ ഒന്ന് വെക്കും, ഒന്ന് ഞാൻ കൊണ്ടുവരും, ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇനി മുതൽ നീ പോകുമ്പോൾ ആപ്പിൾ ഓറഞ്ചൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. എന്നുവെച്ചാൽ എന്തിനാ, അത് നേരെ കൊണ്ടുവന്ന് ഗണപതിയുടെ കൊമ്പിൽ വെക്കും. അപ്പൊ വിഗ്രഹത്തിൽ നേരിട്ട് വെക്കണമല്ലോ നമ്മുടെ. ഞാൻ ചിരിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞ, എടാ നീ കണ്ട് തൊഴുന്നത് ഇപ്പോഴും അതാണ്, അതല്ല യഥാർത്ഥ പ്രതിഷ്ഠ. താഴെ മറ്റൊന്നുണ്ട്, ഇത് പൂണ്ട് മൂടി വെച്ചിരിക്കുക, കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് അറിയില്ല, അവിടെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ശബരിമലയിൽ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു തത്വം പറഞ്ഞുതരാം. എനിക്ക് ദൈവം പറഞ്ഞെന്ന തത്വമാണ്. ഗണപതി എന്ന് പറയുന്നത് ഒരു കൂട്ടം ദൂതന്മാർ, അവരുടെ സുപ്പീരിയറാണ് ഗണപതി. അതൊരു എനർജിയാണ്. ഈ ഗണപതി നിങ്ങളിലുണ്ട്, എന്നിലുമുണ്ട്. ഈ ഗണപതിയുടെ ആ ഊർജ്ജം നമ്മൾ ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ പ്രവൃത്തി വാച്ച് ചെയ്യും. നമ്മളെ പ്രവൃത്തി ദൈവത്തിൻ്റെ ആ കറക്റ്റ് ആണെങ്കിൽ നമുക്കുള്ള തടസ്സങ്ങൾ ഈ ഗണപതി മാറ്റിത്തരും. നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് വിരുദ്ധമാണെങ്കിൽ ഈ വിഘ്നേശ്വരൻ എന്ത് ചെയ്യും? വിഘ്നം ഉണ്ടാക്കും. ഇത് രണ്ടും കഴിവുള്ള ഒരു എനർജിയാണ്. ഇത് ഈ വ്യക്തിയെ ആശ്രയിച്ചാണ് ഈ സാധനം ഇരിക്കുന്നത്. നമ്മുടെ ഒരു അമ്പലത്തിൽ പോയാലും ഞാൻ പറഞ്ഞില്ലേ, ആ കാണുന്ന സാധനമല്ല, ദൈവത്തിൻ്റെ ഗണത്തിൻ്റെ ഊർജ്ജം വെച്ചിരിക്കുന്ന പണ്ടത്തെ അവിടെ എവിടെയെങ്കിലും കാണും. അതിൽ നിന്നുമുള്ള പോസിറ്റീവ് മിണ്ടതാഞ്ഞ് വാങ്ങിച്ചാൽ, ആ അല്പ പോസിറ്റീവ് കിട്ടിയാൽ ഇത് നമ്മളിലുള്ള ഗണപതി ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? നമ്മളെ കൂടുതൽ നിയന്ത്രിക്കും. ഒരിക്കലും തേങ്ങ, പഴം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ഇതിനെ പ്രീതിപ്പെടുത്താൻ വകുപ്പില്ല. ദൈവം പറയുന്നത് പ്രീതിപ്പെടുന്നത് ആരാണ്? ഈ ഫ്രണ്ടിൽ മനുഷ്യണ്ടാക്കി വെച്ച സാധനം ഉണ്ടല്ലോ, അതിലിരിക്കുന്നത് നെഗറ്റീവാണ്. ഇതിന് പ്രീതിപ്പെടണം. പക്ഷെ അത് ആർക്ക് പ്രീതിപ്പെടും? അവൻ്റെ ആൾക്കാരുടെ അടുത്തേ പ്രീതിപ്പെടുകയുള്ളൂ. നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ദൈവത്തിൻ്റെ പോസിറ്റീവിൽ പോകേണ്ട, ശരിക്കും ഒറിജിനൽ ഗണപതിയിലേക്ക് പോകേണ്ട ഒരു ആത്മാവ് അവിടെ വന്നാൽ അവൻ്റെ കാര്യം ഓക്കെ ആവില്ല. അവൻ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവള് മാറ്റി വെച്ചിരിക്കുന്ന ഒറിജിനലിൽ നിന്നുള്ള എനർജി വാങ്ങിച്ചിട്ട് യവൻ പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചു കൊടുത്താൽ യവനിലുള്ള ഗണപതി യവന്റെ വിഘ്നം മാറ്റി തരും. അതുകൊണ്ടാണ് ചിലർക്ക് ചില ക്ഷേത്രങ്ങളും കൂടെ സെറ്റാവാത്തത്. അവിടെ നമ്മളതല്ല, നമ്മൾ വേറെ സെക്ഷനാണ്. നമ്മൾ നെഗറ്റീവ് കേന്ദ്രത്തിൽ ചെന്നിട്ട് പോസിറ്റീവ്. അപ്പൊ ഇവർക്ക് നമ്മൾ അകത്തേക്കുന്ന ഊർജ്ജം അറിയാം. അവിടെ ഇരിക്കുന്ന പോസിറ്റീവ് ശക്തികൾക്കും നെഗറ്റീവ് ശക്തികൾക്കും നമ്മളിരിക്കുന്ന ഊർജ്ജം നോക്കുമ്പം ഇവൻ എൻ്റെ ആളല്ല, അവർ മൈൻഡ് ചെയ്യില്ല. നിനക്കെ തത്വം അറിയാത്തതുകൊണ്ട് ഒറിജിനൽ എടുക്കാനും പറ്റണില്ല. നീ ഈ പ്രതിമയിലല്ലേ പഴവും തിരികെ വെച്ച് ആപ്പിളും കയറ്റി വെച്ചിട്ട് നെഗറ്റീവിനെടുത്ത് തൊഴുത് ചെല്ലുമ്പം യവൻ അടിയും കൂടെ തരും പോണമെങ്കിൽ. അല്ല, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വർക്കാവുന്നു. ഈ സത്യങ്ങളാണ് ജനങ്ങൾക്ക് കൊടുക്കാറ്. എന്നോട് ഈ പറഞ്ഞ സുഹൃത്തൊക്കെ വളരെ സക്സസ് ആയി പോകുന്ന ആളുകളാണ്. നിങ്ങൾ പോണ ആളല്ല പുള്ളി. അതാണ് എന്റെ മെസ്സേജ് പറയുന്നുണ്ട്. നിങ്ങൾ അപ്പുറം ഇപ്പുറം കണ്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയണം. നിങ്ങളുടെ ശരികളും നിങ്ങളുടെ തെറ്റുകളും തിരിച്ചറിയുമ്പം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പോയി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്നേഹത്തോടെ എടുത്തു. പക്ഷെ അത് ഞാൻ വെച്ചിട്ടുണ്ട്, ഈ ജടയൊക്കെ വെച്ച് രുദ്രാക്ഷമാലകളൊക്കെ ഇട്ട് പച്ച മാംസമൊക്കെ തിന്ന് അഹോരികളായിട്ട് നടക്കുന്നവരുണ്ട്. അവർ ഭയങ്കര ആത്മീയരാണ്. ദൈവം പറയുന്നത് അവരൊന്നും പോസിറ്റീവ് സെക്ഷനിലോട്ട് പോകുന്ന ആൾക്കാരല്ല. അവർ ദൈവത്തിന്റെ നെഗറ്റീവ് സെക്ഷനിൽ പോകേണ്ട. അതാണ് അവർക്ക് രക്തം വേണം, മാംസം വേണം. പക്ഷെ ആ ദൈവത്തിന്റെ പോസിറ്റീവ് പോകേണ്ട അഹോരികളുണ്ട്. അവരിതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവര് കൈലാസത്തിലുണ്ട്. അവർ ഇവരുടെ ഇടയിൽ നടക്കൂല. അവര് പൂർണ്ണമായിട്ട് സസ്യാഹാരങ്ങൾ കഴിച്ച് പോസിറ്റീവായി നിൽക്കുന്ന അഹോരികളുണ്ട്. ഇത് നെഗറ്റീവ് അഹോരികൾ. ഇതൊക്കെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, രക്തവും കുടിച്ച് ശവം തിന്ന് നടക്കുന്ന ആൾ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തസ്മയ ഗുരു ഇവർ കൂടെ ഒന്നിച്ചൊരു കസേര ഇരിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ തസ്മയ ഗുരുവിന്റെ ആളല്ലേ? അപ്പൊ തസ്മയ അതല്ല, ഞാൻ പറഞ്ഞ ഇതേ തെറ്റ് തന്നെയാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിനൊക്കെ ചെയ്യുമ്പോഴും ചെയ്യണത്. പോസിറ്റീവിന്റെ ഇപ്പുറത്ത് വരുത്തും, നെഗറ്റീവിനെ ഇപ്പുറത്ത് വരുത്തും. കുറെ ആൾക്കാരെ പിടിച്ച് ഫ്രണ്ടിൽ വരുത്തും. ഇവ ഇവിടെ നിന്ന് കൊണ്ട് നെഗറ്റീവും പറയും, ഇവ ഇവിടെ നിന്ന് കൊണ്ട് പോസിറ്റീവും പറയും. ഇരിക്കുന്ന ജനം അതിൽ ഏതെടുക്കും? അല്ല, അങ്ങനെയല്ല. അതിനെനിക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ ഉണ്ട്. എനിക്കത് കൊടുക്കാൻ പറ്റില്ല. ചോദിച്ചോണ്ട് ഇവര് നെഗറ്റീവിലോട്ട് പോകേണ്ട ആൾക്കാരാണ്. ഇവരവിടെ ഹാപ്പിയാണ്. അല്ല, നമ്മള് സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അങ്ങ് പ്രതിപാദിച്ചതെങ്കിൽ സ്പിരിച്വൽ അവേഴ്സ് ഒരിക്കലും എന്താണ് ഇവരുടെ മാത്രം ആശയം. അതെനിക്ക് മനസ്സിലായി. അത് നിങ്ങളെ ഭാഗത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇരിക്കുന്ന ജനത്തിന്റെ ഭാഗത്തല്ല. ജനത്തിന് എനിക്ക് അവിടെ വേണ്ടത് ഇതിനുള്ളിലെ തർക്കങ്ങളാണ്. രണ്ടും ശരിയാണ്. ഇത് ഒന്നും തെറ്റല്ല. ഇത് രണ്ടും ശരി. അതാണ് ഞാൻ ഈ അറിവാണ് ജനങ്ങൾ കൊടുക്കുന്നത്. ഇത് രണ്ടും ശരിയാണ്. ഇവർക്ക് ഇത് ശരിയാണ്. ഇവർ ആത്മവാദമായതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഇതാവാൻ പറ്റൂല. ഇവർക്ക് ഇത് ശരിയാണ്. ഇവരുടെ ആത്മാവ് അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് ഇവർക്ക് ഇത് പറ്റൂല. ഇവർ മരണശേഷം ഇവർ അങ്ങോട്ടും പോകും, ഇവർ ഇങ്ങോട്ടും പോകും. രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഈ ശരി, ഇത് ഏത് ശരി എങ്ങനെ പറയാൻ പറ്റും? രണ്ടുപേരുടെയും നമ്മളിപ്പോ ഇതിപ്പം നമ്മള് ഈ ത്രിമൂർത്തി സങ്കല്പം തന്നെ എടുക്കാം. ബ്രഹ്മാവിനെ കൊണ്ട് മാറ്റി നിർത്തിയാൽ ഞാൻ ഒരു കാര്യം, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അവന് 10 വയസ്സ് അല്ലെങ്കിൽ അവന് പറയുമ്പോൾ 18 വയസ്സ്, എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ ആഗ്രഹമൊക്കെ അതാണ്. അവന് നിപ്പുണ്ട്.
ഇനി ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നൊക്കെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ലെവൽ അങ്ങനെ പഠിക്കാൻ നിൽക്കുന്ന ഒരു വേള, അങ്ങനെ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾ, ഈ ഇത്രയിലും നീ ശരി തെറ്റ് എന്ന് ഇവരുടെ അടുത്ത് ആർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതിലേതാണ് ശരി? ഓരോരുത്തരുടെ ചോയ്സ്. കറക്റ്റ്. അതേ, അതിലവൻ ഹാപ്പി, ഇതിലവന് ഹാപ്പി. കാര്യം അത് അവൻ്റെ ചോയ്സ് എവിടെ നിന്ന് വരുന്നു? ആത്മാവിൽ നിന്നാണ് ആ ചോയ്സ് വരുന്നത്. ആ ആത്മാവ് ഭൂമിയിൽ നിൽക്കണതേ ഇവിടെ നിന്നും കൊണ്ട് ഈ ആത്മാവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആ ആത്മാവിനെ പ്ലാൻ ചെയ്ത് അതിലോട്ട് പോകണം. അതിനുവേണ്ടി ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് ആത്മാവ് നിൽക്കുമ്പോൾ ഈ ആത്മാവ് ആ ഇഷ്ടത്തിനെ അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതാണ് അവൻ്റെ ശരി. ഇത് ഇവിടെ നടക്കണതേ ഈ അറിവ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തർക്കം നടക്കുന്നത്. ഇതെങ്ങനെ തർക്കിക്കണ എന്തിന്? ഈ ഒരുത്തം പറയുന്നത് ഡോക്ടറാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും, എഞ്ചിനീയറാണ് നിൽക്കുന്നവനും എഞ്ചിനീയറാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇത് അതുപോലെ യോതിന് അത് കീറി മുറിക്കണം, ഒന്നും പറ്റൂലോ എന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എന്ത് മണ്ടത്തിലാണ്? ഈ അറിവ് അവർക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പലരും ബാക്കി അറിയാൻ കിടക്കുകയാണ് പല കാര്യങ്ങൾ. യവൻ്റെത് ശരി, അതാണ് അവ അതിലോട്ട് പോകേണ്ടവനാണ്. ഈ സൃഷ്ടാവാൻ ദൈവം അനേക തലങ്ങൾ, ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൂടെ ഒരു മുറിയല്ല ഇത്. എത്രയോ സെക്ഷൻസ് കിടപ്പുണ്ട്, എത്രയോ ആത്മാക്കളുടെ ടൈപ്പ്, എത്ര വെറൈറ്റി ലെവൽസുകൾ കിടപ്പുണ്ട്. ഇതിലൊക്കെ ഫില്ല് ആവണ്ടേ? അതിനാണ് വിരാട പുരുഷൻ എന്ന ഒരു ഉദാഹരണം വെച്ച് ഇതിൽ പറഞ്ഞേക്കണത്. തലേന്ന് ആൾക്കാരുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും വേണം എനർജീസ്. മൂക്കി പോവേണ്ടവൻ ചെവിയെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കണ്ണി പോവേണ്ടവ വേറെ നമ്മളെ വിസർജിക്കുന്ന ഒരു ഭാഗത്ത് നോക്കി അയ്യയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ആ വിസർജിക്കുന്ന ഭാഗം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ വല്ലതും ഓക്കെ ആവുമോ? അപ്പം അതും വേണ്ടേ? മൂക്ക് വേണ്ടേ? ശരീരം മൊത്തം കണ്ണായിട്ടിരുന്ന് എങ്ങനെ ഇരിക്കും? അപ്പം ചെവിയും ബാക്കിയൊക്കെ വേണ്ടേ? അപ്പം ഇവർ തമ്മിൽ എന്തിനു തർക്കിക്കണം? ഇതാണ് അറിവ്. ഈ അറിവെടുത്ത് അവരവൻ്റെ ശരിയിൽ പോകണം. ഇവർ തമ്മിൽ തർക്കിക്കണം എന്നുള്ളതല്ല. ഞാൻ കേൾക്കേണ്ടതല്ലോ, ഞാൻ അവിടെ കേൾക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ല, അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ഇത്തരം വൈവിധ്യങ്ങൾ നമ്മളുടെ മേഖലകളിൽ ഉണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യമാക്കി കൊടുക്കുക. അല്ല, ഈ ബോധ്യമാക്കണം നല്ലതാണ്. അതുകൊണ്ട് ശരിക്കും എന്തുകൊണ്ട് തർക്കം വരുന്നു എന്നുള്ളത് എൻ്റെ ഈ അറിവ് വരുമ്പം ആൾക്കാർക്ക് ബോധം വരും. അപ്പം ഇതാണ് ഈ തർക്കത്തിൻ്റെ കാരണം. ഒരു ഹിന്ദു മുസ്ലിമിനെ തർക്കിക്കേണ്ട കാര്യമില്ല, ക്രിസ്ത്യൻ മുസ്ലിം, അത് ഓരോരോ മാർഗങ്ങളാണ്. നീ ഈ മാർഗത്തിൽ വന്ന് പറ്റണില്ലേ, എന്നാൽ അടുത്ത ജന്മത്തിൽ നിനക്കത് വേറെ മാർഗം തരാം. നീ ഇത് ആ മാർഗത്തിൽ നിന്നുകൊണ്ട് ഹയ്യയ്യേ എന്ന് പറഞ്ഞ് ഇതിനെ കളിയാകും. കഴിഞ്ഞ ജന്മം നമ്മൾ അതായിരിക്കും ചിലപ്പോൾ. കഴിഞ്ഞ ജന്മം അതിൽ കിടന്ന് ഉരുണ്ടോണ്ടിരുന്നവനാണ്. അതിൽ കിടന്ന് ഉരുണ്ട് പാസ്സായി വന്നിട്ടാണ് അവന് ഈ ജന്മം കൊടുത്തത്. യവ പറയാ അയ്യേ മറ്റേ ഇതെല്ലാം പറഞ്ഞ ഈ പച്ച ഇല ചിരിക്കും, പഴുത്ത ഇല വിടുമ്പം. പച്ചില ഭയങ്കര ചിരിയാണ്. കഷ്ട പോയടാ പോയി, നാളെ എൻ്റെ അവസ്ഥ ഇത് എൻ്റെ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം തിരിച്ചറിവ് പറഞ്ഞില്ല. ഈ തിരിച്ചറിവിനെയാണ് ഈ നെഗറ്റീവ് ശക്തികൾ ബ്ലാങ്കാക്കി വെക്കുന്നത്. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. എല്ലാം ഇങ്ങനെ മായ ലോകത്തിന്, ഇതാണ് മായ. ഞാൻ ഈ പറഞ്ഞ സാധനമാണ് മായ എന്ന് പറയുന്നത്. ഈ മായയെ മാറ്റി കൊടുക്കലാണ് ദൈവം എന്നെ ഏൽപ്പിച്ചേക്കുന്ന ജോലി. അപ്പോൾ അറിവ് വരും മനുഷ്യന്. അപ്പോൾ പിന്നെ അവൻ ആരെ അങ്ങോട്ടോട്ട് പുച്ഛം തോന്നും. അല്ല, നമ്മൾ ഈ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ സമത്വം വേണം എന്ന് പറഞ്ഞാൽ ഈ അറിവ് കിട്ടിയാലേ അവന് സമത്വം വരുള്ളൂ. അല്ല, സമത്വം വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിരട്ടി കമ്പെടുത്ത് സമത്വം എന്ന് പറഞ്ഞാൽ അതൊന്നും ആരും നന്നാവൂല. അവന് ചിന്തിക്കാനുള്ള അറിവ് കൊടുക്കണം. അവൻ അപ്പുറത്ത് പോവേണ്ട, നീ ഇപ്പുറത്ത് പോവേണ്ട, ഇവൻ അപ്പുറത്ത് പോവേണ്ട, നീ ഇപ്പുറത്തിരിക്കേണ്ടവൻ. എന്തിന് തർക്കം? അവൻ അപ്പുറത്തേക്കിട്ട് വിടുക. അല്ലാതെ ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇതാണ് ശരിയെന്ന് ഇവൻ എങ്ങനെ പറയാൻ പറ്റും? അവനത് ഇപ്പം ഇറച്ചി തിന്നാത്തവന് ഇറച്ചി തിന്നില്ലെങ്കിൽ അവൻ വീണു പോവും. അവൻ്റെ എനർജി അത്രയും ഇറച്ചിയിലല്ലേ കിടക്കുന്നത്. അപ്പം ഇറച്ചി തിന്നുന്നവന് അവൻ്റെ എനർജിയും അവൻ്റെ സംസാരവും അവൻ്റെ കഴിവും അവൻ്റെ പവറും അവനൊരു രോഗം മാറ്റി കൊടുക്കലൊക്കെ നടക്കണമല്ല ഈ ഇറച്ചിയിലെ എനർജിയിലാണ് അവൻ്റെ ആത്മാവ്. അതാണ് അത് തെറ്റെന്ന് അത് വെജിറ്റേറിയൻ ആയിട്ടൊരാൾക്ക് എങ്ങനെ തർക്കിക്കാൻ പറ്റും? എവൻ്റെ എനർജി വെജിറ്റേറിയനല്ലേ നിൽക്കുന്നത്. ഇത് കേട്ടും കൊണ്ട് ഇറച്ചി തിന്നണം, ഇറച്ചി മതിയായി കഴിഞ്ഞാണ്ടല്ലോ ആ ആശുപത്രിയിൽ പോയി ചികിത്സിക്കേണ്ടി വരും. ഡോക്ടർ പറയും മീൻ ഇറച്ചി തിന്നോളണം, ഇല്ലെങ്കിൽ നീ രോഗിയായി പോവും. ഇനി ഇവർ തിന്നു നോക്ക്, ഇവർ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇവർ തിന്നു നോക്കി നോക്ക്, ഇവർക്ക് വയറിൽ പ്രശ്നം ഗ്യാസും ബോളമായിട്ട് ഇവർ ആശുപത്രി പോകേണ്ടി വരും. കാര്യം ഓരോരുത്തർക്കും ആത്മീയ ലെവലിൽ ഇറങ്ങി കഴിയുമ്പോൾ അവരവരുടെ ആത്മാവ് ബൂസ്റ്റായി കഴിഞ്ഞു. ഇനി ആത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് അവൻ നിന്നുകൊള്ളണം. അവിടെ അപ്പുറത്ത് അത് ചെയ്തു ഇപ്പുറത്ത് അത് ചെയ്തു, എനിക്കിത് ഇഷ്ടപ്പെട്ട് കൊള്ളാം നല്ല മണമെന്ന് പറഞ്ഞ് പോകാൻ പറ്റൂല. ഇവൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് പൊയ്ക്കോളണം. അതാണ് കറക്റ്റ് വഴി. അപ്പം ഇതില്ല.